السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. ആദരണീയരായ സഹോദരങ്ങളെ, മാർച്ച് മാസം 20-ാം തീയതി വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ശർഹ് അലം നശ്റഹ് ലക സദ്റക് എന്നു തുടങ്ങുന്ന അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമാണ് ജുമാ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിരീക്ഷണമോർത്തുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര എന്നല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതൊരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കും. സത്യവിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ ദിവസം നാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വിശുദ്ധ റമദാൻ പൂർത്തിയാക്കുവാനും പെരുന്നാൾ ആഘോഷിക്കുവാനും അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാനും അവൻ്റെ ഓശാരങ്ങളിൽ പ്രതീക്ഷയുള്ളവരാകുവാനും നമുക്കവൻ തൗഫീഖ് നൽകി. അള്ളാഹുവിനെ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കുക എന്ന ഉദ്ദേശ്യം ഉള്ളിലുള്ളവരായതുകൊണ്ടു തന്നെ ഇന്നു നാം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അലം നശ്റഹ് സദ്റക് എന്നു തുടങ്ങുന്ന ഈ അധ്യായം ആദ്യമേ വലിയ 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വലിയ പ്രതിസന്ധിയിലും നമുക്ക് പ്രതീക്ഷയാവുന്ന ഒരു വലിയ വാഗ്ദാനമാണ് തൊട്ടടുത്ത സൂക്തത്തിൽ ഈ അധ്യായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അത്യുദാരനായ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുവാനുള്ള 2 മാർഗങ്ങളും വിശദീകരിക്കുന്നു. നാം ആദ്യം പരാമർശിച്ച 3 അനുഗ്രഹങ്ങളിൽ ഒന്നാമതായി അള്ളാഹു പറയുന്ന അനുഗ്രഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: അലം നശ്റഹ് ലക സദ്റക്. പ്രവാചകരെ, താങ്കളുടെ ഹൃദയം നാം താങ്കൾക്കു വിശാലമാക്കിയില്ലേ? ഹൃദയം വിശാലമാക്കുക എന്നത് നമ്മുടെ പ്രവാചകർക്കെന്ന പോലെ എല്ലാവർക്കും അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അത് നമ്മുടെ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ്. നാം നമ്മുടെ ഹൃദയം വിശാലമാവണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, കാര്യങ്ങൾ എളുപ്പമാവണമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് പ്രവാചകരുടെ മാർഗം അനുധാവനം ചെയ്യുക എന്നതാണ്. അള്ളാഹു സൂറത്തു ശർഹിൽ പറയുന്ന 2ാമത്തെ വലിയ അനുഗ്രഹം വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ദഹ്റക്. പ്രവാചകരുടെ താങ്കളുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരുന്ന വലിയ ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വച്ചില്ലേ എന്നാണ്. അതായത് നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ഇല്ലാതാക്കി. കാരണം രക്ഷിതാവായ തമ്പുരാൻ അത്യുദാരനാണ്, പരമദയാപരനാണ്. അവൻ വല്ല കാര്യവും കൽപ്പിക്കുന്നുവെങ്കിൽ അത് പൂർത്തിയാക്കാൻ അവൻ തന്നെ നമ്മെ സഹായിക്കും. 3ാമത് അല്ലാഹു പറയുന്ന ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹം വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിത്തന്നിരിക്കുന്നു. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമ വാനോളം അല്ലാഹു ഉയർത്തി. പ്രവാചകരുടെ സ്തുതികീർത്തനങ്ങൾ ചരിത്രത്തോളം ശാശ്വതമാക്കി. കവി പറഞ്ഞിട്ടുള്ളതുപോലെ വളമ്മൽ ഇലാഹുസ്മൻ നബിയ്യി മഅസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സ്വന്തം നാമത്തോടൊപ്പം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ചേർത്തു പറയാൻ നിശ്ചയിച്ചു. അതുകൊണ്ടുതന്നെ പള്ളിയിൽ നിന്ന് വാങ്കു വിളിക്കുന്നവൻ 5 നേരവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനു ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നും പറയേണ്ടുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സൂറത്തു ശർഹിൽ പിന്നീട് കടന്നു വരുന്നത് നമ്മുടെ മനസ്സുകൾക്ക് വലിയ സമാധാനം പകരുന്ന, ആശ്വാസം നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ്. അതിങ്ങനെയാണ്:
ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതിനാൽ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. ഞെരുക്കത്തെ പറയുന്ന അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു എളുപ്പത്തെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല, പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. അറബി ഭാഷയിലെ വ്യാകരണ നിയമപ്രകാരം ഒരു നാമത്തോട് അൽ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തുകൊണ്ട് അത് ആവർത്തിച്ചു പറഞ്ഞാൽ പറയപ്പെടുന്ന കാര്യം ഒന്നു തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഞെരുക്കം എന്നർത്ഥമുള്ള അൽ ഉസ്ർ എന്ന പദം 2 തവണ പറഞ്ഞെങ്കിലും ഒരു ഞെരുക്കമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ തൊട്ടടുത്ത് യുസ്ർ എന്ന പദം അൽ ചേർക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ഒരു ഞെരുക്കത്തിനു പകരം 2 എളുപ്പങ്ങൾ വരാനുണ്ട് എന്ന ശുഭവാർത്തയാണ് ഇത് നൽകുന്നത്. പ്രവാചകരാണിത് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതീക്ഷ കൊണ്ട് ഹൃദയത്തിന് ജീവൻ നൽകുക. ശുഭാപ്തി വിശ്വാസം കൊണ്ട് മനസ്സിനെ സജീവമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, സൂറത്തു ശർഹ് അവസാനിക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയെ ഉണർത്തുകയും ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അതിനാൽ ഒന്നിൽ നിന്നൊഴിവായാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക, നിന്റെ നാഥനിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക. അതായത്, നാം ഒഴിഞ്ഞിരിക്കേണ്ടവരല്ല. ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിക്കണം. വിശ്വാസി എപ്പോഴും ആരാധനകളിലോ ജോലികളിലോ വ്യാപൃതനായിരിക്കും. ഒന്നുകിൽ നിർബന്ധമായ ആരാധനകൾ, അല്ലെങ്കിൽ ഐച്ഛികമായവ. ഒന്നുകിൽ ദാനം ചെയ്യുന്നവനായിരിക്കും, അല്ലെങ്കിൽ കുടുംബബന്ധം പുലർത്തുകയായിരിക്കും. ഒന്നുകിൽ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അധ്യാപനം നടത്തുകയായിരിക്കും. ഒരു പക്ഷേ നിർബന്ധ കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായ കർമ്മങ്ങളിലായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, നാം റമദാനിന് വിട ചൊല്ലുന്നുവെങ്കിൽ അത് നോമ്പിനോടും നിസ്കാരത്തിനോടും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനോടും ഖുർആൻ പാരായണത്തോടും ദാനധർമ്മങ്ങളോടും സൽക്കർമ്മങ്ങളോടുമുള്ള വിട പറച്ചിലായി മാറരുത്. കാരണം വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ മാധുര്യം നാം ശരിക്കും അനുഭവിച്ചുവെങ്കിൽ വർഷം മുഴുവൻ ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും സജീവമാവാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.